ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഞാൻ വ്ലോഗ് ഇട്ടില്ല. അപ്പോൾ കാരണം ഇന്നലെ എനിക്ക് രാത്രിയല്ല വൈകുന്നേരം വിളിച്ചു പറഞ്ഞ് 1 കിലോ പ്രോൺസ് അച്ചാർ വേണം, എങ്ങനെയും പറ്റുമോ, അർജൻറ്റാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം മീനൊന്നും ഇല്ലാത്ത സമയമല്ലേ. അപ്പോൾ നമ്മളുടെ ഈ അടുത്തുള്ള പുള്ളിക്കാരന് വീടും അടുത്താണ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള ഇതായതുകൊണ്ട് പുള്ളിയെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ബുധനാഴ്ചയാണ്, ആഴ്ച 2 ദിവസം 3 ദിവസം അങ്ങനെ കണ്ടാൽ പോകുന്നത്, ബുധൻ പോകുമെന്നറിയായിരുന്നു. അപ്പോൾ വിളിച്ചു ചോദിച്ചോണ്ടേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അവരെടുത്ത് ഞങ്ങൾ പോയില്ല, അവർ തന്നെ കൊണ്ട് തന്നിട്ട് ഞാൻ ഇന്നലെ അത് അച്ചാറിട്ടിട്ട് പിറ്റേ ദിവസം സൺഡേ കിട്ടത്തക്ക വിധത്തിലും മതിയായിരുന്നു. പക്ഷേ ഞാൻ കൈ കിട്ടിയ ഉടനെ അങ്ങ് ഇട്ടേക്കാന്ന് വെച്ച് അന്ന് കൊണ്ടുവന്ന്. പിന്നെ നമ്മളിപ്പോൾ 1 കിലോ അച്ചാറിന് വേണമെങ്കിൽ 2.5 കിലോ പ്രോൺസ് വാങ്ങിക്കണം. അങ്ങനെ 2 കിലോ പ്രോൺസിൻ്റെ ആ നൂലൊക്കെ അവർ വലിച്ചെടുത്ത് കളഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മനസാക്ഷിയില്ല, കാണും അതി. ഞാൻ അന്നേരം ഈ പീസാക്കുന്ന സമയത്തുണ്ടെങ്കിൽ എടുത്ത് കളയും. അതെല്ലാം എടുത്ത് കളഞ്ഞ് ഇന്നലെ അച്ചാറെല്ലാം ഇട്ടു. അങ്ങനെ മണി 2 പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. വൈകുന്നേരം എത്ര ഒരു 6 എത്ര വിളിച്ച് പറഞ്ഞ് ഓർക്കുന്നില്ല. എന്തുവന്നാലും എൻ്റെ എഡിറ്റിംഗ് ചെയ്യേണ്ട സമയമൊക്കെ ആയപ്പോഴായിരുന്നു എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസിപ്പികൾ ഇടാമെന്നും പറഞ്ഞ് പലരോടും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ചില വീഡിയോകൾ ഞാൻ എഡിറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഉള്ള സമയത്ത് എഡിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ഇച്ചിരി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ പെട്ടെന്ന് അങ്ങ് വോയിസ് ഓവർ കൊടുത്തിട്ട് അതങ്ങിടാന്ന് വെച്ചാൽ, കാരണം വീഡിയോ നോക്കിയിരിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ ഈ എഴുതോ പറയുകയും ചെയ്ത്, എന്താ ചേച്ചി ഇന്ന് ഇങ്ങനെ ആയിപ്പോയത്, ഞങ്ങൾ ചേച്ചിയുടെ വ്ലോഗ് നോക്കിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സാണേ എന്നൊക്കെ. സോറി മോനെ, ഇതാ കാര്യം, നിങ്ങളെ പ്രതി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ചിലവരുണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ അതേലും ഇട്ടത്. അപ്പം നമ്മുടെ ജോസ് കളരിക്കൽ, ഞാൻ ജോസ് ജോയി എന്നാണ് പറഞ്ഞത്. അതാ ഞാൻ വോയിസ് ഓവർ പറഞ്ഞ് ക്ലിയർ ആക്കി. ഇന്നൊരു പരിചയം ഇല്ലാത്തതുപോലുള്ള വീഡിയോ ആയിപ്പോൾ, ഒരു ഇൻട്രഡക്ഷനും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ കേട്ടോടെ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. നമ്മളെ അത്രത്തോളം നമ്മുടെ വീഡിയോ നോക്കിയിരിക്കുന്നുണ്ട്, ഇൻട്രൊഡക്ഷന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമമുണ്ട്, ചുരുക്കം ചിലരൊക്കെ. പിന്നെ അല്ലാത്തവരും ഉണ്ട്, ഇവരെ കാണുന്ന എന്തിനാ വന്ന് വാചകം അടിക്കുക എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം നല്ലതും പറയും പന്നലും പറയും. അതിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ദൈവം നമുക്ക് നല്ല കാര്യങ്ങളും ചെയ്യും പന്ന കാര്യങ്ങളും ചെയ്യും. മീൻസ് നന്മയുടെ വശമുണ്ട് തിന്മയുടെ വശമുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് തിന്മയുടെ വശങ്ങളായിരിക്കും. ദൈവം നമുക്ക് തന്ന നന്മകൾ ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് ഓർക്കത്തില്ല. കിട്ടാത്തതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ഇങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ അതൊക്കെ അങ്ങ് കഴിയുക. ആ നെഗറ്റീവൊക്കെ പറയുന്നവരുടെ, ഇങ്ങനെ പോസിറ്റീവ് പറയുന്നവരുടെ ചില ചുരുക്കം കമൻസുകളൊക്കെ ആണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതായിരുന്നു കാര്യം കേട്ടോ. കഴിവതും എനിക്ക് അല്ലെങ്കിൽ അത്രയ്ക്കങ്ങ് വയ്യായെങ്കിൽ ഒന്നും ഉണ്ടെങ്കിലേ ഞാൻ ഇടാതിരിക്കത്തുള്ളൂ. എങ്ങനെയാലും ഒരു വീഡിയോ. പക്ഷേ ഇൻട്രൊഡക്ഷൻ പറയാൻ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒരു വീഡിയോ മീൻസ് ഒരു റെസിപ്പി ആയിട്ട് ഇടാനായിട്ടായപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ അങ്ങ് എടുത്തു വെച്ച വീഡിയോ ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. അതൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇന്നലത്തെ മെനഞ്ഞാന്നത്തെയൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. അതിന് തീരെ വ്യൂസ് കുറവായിരുന്നു. ഇനി ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും വെളിയിലൊക്കെ പോയതായിരിക്കാം. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി വീണ്ടും വീഡിയോ കേട്ടോണ്ടേ ചിലരുടെ വീണ്ടും കമൻസ് കണ്ടിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുക. ഇവർ രണ്ടും മാത്രമല്ല, വേറെയും ചിലർ, പ്രീതി ചേച്ചി, അഖിൽ, ഇവരെല്ലാം തിരക്കിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇത്രയും ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേണോ അതനുസരിച്ച് ക്വാണ്ടിറ്റിയൊക്കെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി ലോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും നമുക്കത് ഒരാഴ്ചത്തോളം ഒക്കെ യൂസ് ചെയ്യാം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കണ്ടിന്യൂസ് എടുക്കത്തില്ലല്ലേ. ഇന്നിപ്പോൾ എടുത്തിട്ട് പിന്നെ നാളത്തേക്കിനൂടെ വെച്ചേക്കാം. അപ്പോൾ ഇത് ഇത്രയും സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണേ ഞാൻ എടുത്തോളൂ. എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകൊക്കെ ചേർത്തോ. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില നമുക്ക് പൊടിയായിട്ട് അരിയണം, സവാളയും പൊടിയായിട്ട് അരിയണം. എന്നിട്ട് ഈ ഉരുളൻകിഴങ്ങ് നമുക്കിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി പുഴുങ്ങിയതായതുകൊണ്ട് അങ്ങ് കൈകൊണ്ട് വേണേൽ ഉടച്ചാലും ഉടയും. ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഇത് ഞങ്ങൾക്ക് 5 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ എടുത്ത് വെച്ച് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പിള്ളേർക്ക് വേണമെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കൊരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന് ഇച്ചിരി ബ്രെഡ് ക്രംസ് വേണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ഞാനിപ്പോൾ എന്തോ തോന്നുന്നു ഇതുപോലെ 2-3 ബ്രെഡ്, നമ്മുടെ സാധാ ബ്രെഡ് ഒന്ന് തവയിൽ വെച്ച് കുറച്ചൊന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇച്ചിരി നേരം അങ്ങ് തീ ഓഫാക്കിയിടും. അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പൊടിച്ചിട്ട് വറുത്ത് എടുത്താലും മതി. ഇതിപ്പോൾ ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഞാനത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുവേ. ഈ ഗ്രേറ്റ് ചെയ്ത ഉരുളൻകിഴങ്ങിലേക്ക് നമ്മൾ അരിഞ്ഞ സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ആ ബ്രെഡ് തണുത്തതിന് ശേഷം ഞാനൊന്ന് പൊടിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇതിപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബ്രെഡ് ക്രംസിൽ അളവിൽ വ്യത്യാസം വരുത്താമേ. 1-2 ഉരുളൻകിഴങ്ങൊക്കെ ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. നമുക്കിതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മുരിഞ്ഞൊരു ടേസ്റ്റ്, നമുക്കിത് മുരിഞ്ഞ് കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാത്രത്തിൽ എനിക്ക് കുഴയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതാക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതുപോലെ ഉരുളൻകിഴങ്ങിൻ്റെ പീസ് അധികം ഒന്നും കാണല്ലേ. അപ്പോൾ ഞാനിത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ വട്ടത്തിൽ നമ്മളിങ്ങനെ എന്തോലും ഒരു ഷേപ്പ് വെച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ എടുത്തിട്ട് ഇച്ചിരി വലിയ വട്ടമായിരിക്കണം, റൗണ്ടിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാക്കിയുള്ള ബ്രെഡ് കളയണ്ട. ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കുമ്പോൾ ഈ ബ്രെഡ് അങ്ങ് ഹാർഡാവും. എന്നിട്ട് പൊടിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി. നമുക്കിനിയും വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ല 2 രീതി ചെയ്യുന്നുണ്ടെന്ന്. ആദ്യത്തെ രീതി ഇങ്ങനെ ഞാനൊന്ന് ചെയ്യും. കയ്യിലൊരു ഇച്ചിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും തേച്ചിട്ട് ഒരിത്തിരി പിന്നെ ഇതുപോലൊരു ഗോള എടുത്തിട്ട് ബോൾ പോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഒന്ന് കട്ടിയായിട്ടൊന്ന് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഒരിച്ചിരി ഓയിൽ കയ്യിൽ വേണം, അന്നേരം അത് ബ്രെഡേൽ ഇങ്ങനെ നന്നായിട്ട് ആ സ്റ്റഫിങ് നന്നായിട്ട് വെക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ ഒരു 2-3 എണ്ണം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ബാക്കി ഞാൻ അല്ലാതെ നോർമലിലുണ്ടാക്കും. എന്നിട്ട് പാനിൽ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട്, പക്ഷേ ഇതൊരു ഇച്ചിരി ഓയിൽ കൂടിപ്പോയി. ഞാൻ 3 എണ്ണം ഇടാമെന്നും പറഞ്ഞ് വെച്ചതാണ്, പക്ഷേ 3 എണ്ണം ഇടാൻ പറ്റിയില്ല. ഈ വശം അടിയിൽ വരച്ചൊക്കെ നോക്കി വെക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡൂടെ മൊരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ടോസ്റ്ററിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ സൈഡ് അങ്ങനെ മൊരിക്കുന്നില്ല കേട്ടോ. എടുക്കുക. ആ സ്റ്റാൻഡേർഡുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ മറ്റേ പീസ് വയ്ക്കാൻ, അതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള പീസിൽ ഇച്ചിരി മയോണൈസും ഇച്ചിരി ഗ്രീൻ ചട്നിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായി തേക്കുന്നുണ്ട്. പക്ഷേ ടൊമാറ്റോ സോസ് ഞാൻ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് തേക്കാൻ മറന്നുപോയി. ഇത് ഇങ്ങനെ തേച്ചിട്ട് ബാക്കിയുള്ളതിലൊക്കെ ടൊമാറ്റോ സോസ് കൂടെ ചേർത്തുണ്ടാക്കി. അപ്പം നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഫില്ലിങ് വെക്കുന്നുണ്ട് ഒരു ഇച്ചിരി കട്ടിക്ക് വെക്കണം, അന്നേരം ഇത്തിരി കടിക്കാനൊക്കെ കിട്ടും. അല്ലാതെ വെറും കട്ടി കുറച്ച് ചെയ്താൽ അത്ര അങ്ങോട്ടൊരു സുമാർ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇങ്ങനെയുള്ള ഈ ഷേപ്പാണ് അവർക്ക് കാണാനായിട്ട് കുറച്ചുകൂടെ ഇഷ്ടം.
അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ പീസ് വെക്കാതെ ഇതുപോലെ കഴിക്കാനും നല്ലതാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിലൊരു പീസ് കൂടെ വെച്ചിട്ട് ടോസ്റ്ററിൽ വെച്ച് ചെയ്യുക. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ നോർമൽ ബ്രെഡിൽ ഇങ്ങനെ റൗണ്ടിലെടുക്കാതെ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, കയ്യിലൊരു ഇച്ചിരി ഓയിലോ നെയ്യോ തേക്കുമ്പം പെട്ടെന്ന് അത് ബ്രെഡിലങ്ങ് ഒട്ടും. ഇങ്ങനെ ബ്രെഡിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വേറൊരു ബ്രെഡ് പീസ് വെച്ചിട്ട് സെയിം ടോസ്റ്ററിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഓരോരുത്തർക്കും ചൂടോടെ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇനിയും പിന്നെ രാവിലത്തേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടികളാണ് ഇനിയും. കൊച്ചിന് ടിഫിനും കൊടുത്തു വിട്ടത് ഞാൻ ഈ ടൈപ്പിലുള്ളതല്ല, ആ റൗണ്ട് ഷേപ്പിലുള്ളതാണ് കൊച്ചിന് ടിഫിന് കൊടുത്തു വിട്ടത്. ബീഫ് വാങ്ങിക്കാൻ പോയണേ ഇച്ചിരി ലിവർ വാങ്ങിച്ചായിരുന്നു. അതിപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലോട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ ഐസ് ഇച്ചിരി കൂടെ ഐസ് പോകാനുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിച്ചിന്നൊന്ന് ലിവർ ഫ്രൈ ചെയ്യാമെന്ന് വെച്ച്. നേരത്തെ പ്രൈസിന് ഇഷ്ടമല്ലായിരുന്നു ലിവർ. ഇവിടെ വേറെ ആർക്കും അങ്ങനെ താല്പര്യമില്ല. അന്നേരം അങ്ങനെ പോയതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആ ബീഫ് കട്ട് ചെയ്ത് തരുന്ന ആൾ നമ്മളിങ്ങനെ ഇത്രയും ബീഫ് അച്ചാറിനൊക്കെ ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ടേ ഈ 50 രൂപയുടെ ലിവർ വെറുതെ തരുമായിരുന്നു. പക്ഷേ ഈ പുതിയ ആൾ അങ്ങനെ തരത്തില്ല. അപ്പോൾ ആ ശീലം വെച്ച് പുള്ളി ചോദിക്കും ലിവർ വേണ്ടേന്ന്. അപ്പം ഇതിന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അന്ന് പറയായിരുന്നു ബോണസ് എന്നും പറഞ്ഞ് തരുമായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിച്ചിട്ട് ഞാൻ ഇത്തിരി ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചു. എന്നിട്ട് ഇങ്ങനെ കഴുകി ഒന്ന് എടുക്കട്ടെ. ആദ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഇത്തിരി ഉപ്പും വിനാഗിരി ഇട്ട് അവിടോട്ടെ ഇത്തിരി നേരം വെച്ചിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കറിൽ വെച്ച് 2 വിസിലടിച്ചിട്ട് പിന്നെ വറുത്തെടുക്കാമെന്ന് വെച്ച്. ഇപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. എന്നാലും ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മുട്ട തോരൻ പോലെ വെച്ചായിരുന്നു. ബുർജിയല്ല, ഇങ്ങനെ സവാള ഇത്തിരി ഒന്ന് നന്നായിട്ട് വഴന്നില്ല, കുറച്ചൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത്തിരി കുരുമുളക് പൊടി വിതറും ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അങ്ങനൊരു മുട്ട തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലിവർ ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് പാനിൻ്റെ അകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ സവാളയും കറിവേപ്പിലയും ഇട്ടൊന്ന് കുറച്ചൊന്ന് വാടിയതേ ഉള്ളൂ, അങ്ങ് മൊത്തത്തിൽ വഴട്ടി എടുത്തിട്ടില്ല. ഇതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ മല്ലിപ്പൊടിയൊക്കെ. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കും ഞാൻ. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ലിവറും ഇട്ട് കുറച്ചൊന്ന് വഴട്ടി കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി. പിന്നെ അഥവാ അടിയിലെങ്ങാണ്ട് പിടിക്കുന്ന കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ റെഡിയാവും. ഇവിടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല, ഇങ്ങനെ ബീഫ് വാങ്ങിക്കാം നമ്മൾ അച്ചാറിൻ്റെ ഇതിന് പോകുന്നുണ്ടേ. ഇപ്പോൾ അടുപ്പിച്ച് അച്ചാറിൻ്റെ ഇതിന് പോകുകയാണെങ്കിൽ അടുപ്പിച്ച് വാങ്ങിക്കത്തില്ല, വല്ലപ്പോഴും വാങ്ങിക്കും. അതായത് ഇത് കൂട്ടിയാണ് ഞാൻ ഇന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചത്. നല്ലതായിരുന്നു ചപ്പാത്തി ഇതുകൂടെ കഴിക്കാൻ. അപ്പം വൈകുന്നേരം ഞാൻ പറഞ്ഞില്ല പ്രൈസമോൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. വൈകുന്നേരം ഞാൻ കഴിച്ചോണ്ടിരുന്നോണ്ടേ ഒരു പീസ് കൊടുത്തോണ്ടേ ആദ്യം പറഞ്ഞു ഈ വേണ്ടാന്ന്, പിന്നെ കഴിച്ചിട്ട് പറഞ്ഞാൽ വേണം മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ അവനും കഴിച്ചു. അപ്പോൾ പോൾമോൻ അന്നേരം ഞങ്ങളുടെ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ചർച്ചിലെ ഫാമിലിയിലൊരു വീടുണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ മോനും ഫാമിലിയും വരുന്നുണ്ട് 3-4 ദിവസത്തേക്കിന്. അപ്പോൾ ആ വീട് അടച്ചിട്ടേക്കുമല്ലേ, അപ്പോൾ അനുവിനെയും കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചിടണം. അങ്ങനെ പോൾമോൻ പോയി അവിടെ അവളെയും കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം അവനിങ്ങോട്ട് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.